നല്ലൊരു സ്കൂൾ നടത്തിയിട്ട് അറിയാം, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ആര്യവൈദ്യ ഫാർമസിയുടെ എക്സാമിൽ ഇപ്പോൾ ഒരു സ്കൂൾ നടത്തുന്നു, ആര്യവൈദ്യ ഫാർമസിയുടെ കോളേജോ. ഇതൊക്കെ അല്ലാതെ വാര്യരോ വാര്യസമാരോ ഏതെങ്കിലും ഒരു കോളേജ് തുടങ്ങിയിട്ട് അറിയാമോ? ഇത്രയധികം അധ്യാപകന്മാരുണ്ട്. എൻ്റെ അച്ഛൻ്റെ പ്രഗത്ഭനായ അധ്യാപകനാണ്. അതുപോലെ നിരവധി പേർക്ക് നമുക്ക് എല്ലാവർക്കും പുറകോട്ട് ആലോചിച്ച് നോക്കുമ്പോൾ കണ്ണൻ്റെ അച്ഛൻ കാരണം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മലയാള പ്രൊഫസർമാരുടെ ഒരാളാണ്, അല്ലേ? അങ്ങനെ എത്ര നല്ല നല്ല അധ്യാപകരുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു കോളേജ് ഒന്നും വേണ്ട, ഒരു എഴുത്തുപള്ളിക്കൊണ്ട് തുടങ്ങാൻ പറ്റും ഈ വാര്യസമാരം ഉണ്ടായിട്ട്. അപ്പോൾ സമാജം എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും നമ്മുടെ പല കടമകളും നമ്മൾ ചെയ്തിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ് സ്വന്തം ശക്തികൾ ഊന്നിയുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്. ആ ഡെവലപ്മെൻറ്റാണ് ഈ 21ാം നൂറ്റാണ്ടിലെ വാര്യന്മാർക്ക് വേണ്ട ദർശനത്തിലേക്ക്. അതിലൊരു ചെറിയ കൈത്തിരിയാണ് ശ്രീ കൃഷ്ണകുമാർജിയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോൾ പറഞ്ഞ കേരളീയ ഭാരതീയ വിദ്യാഭ്യാസ പാരമ്പര്യം അനുസരിച്ചുള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന ആ പദ്ധതിയെ അത്തരത്തിലുള്ളൊരു കൈത്തിരിയായി ഞാൻ കണക്കാക്കുന്നു. അദ്ദേഹത്തിന് എൻ്റെ അഭിവാദ്യം അർപ്പിക്കുന്നു. മറ്റൊരു കൈത്തിരിയാണ് ഈ GP വാര്യർ, ശാരദ GP വാര്യർ ഫൗണ്ടേഷൻ. GP വാര്യർ അദ്ദേഹം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച എഞ്ചിനീയറായിരുന്നു. എത്ര പേർക്ക് അറിയാം? ആരെയായിരുന്നു GP വാര്യർ? ആർക്കെങ്കിലും അറിയാം? നമ്മളെ ഈ സമാജം പറയും, സമാജത്തിന് അറിയാം ഏതാ ഈ GP വാര്യർ ആരായിരുന്നു. ഇന്ന് ദിവസവും നമ്മൾ മലയാളികൾ ഇവിടെയുള്ള കോയമ്പത്തൂരിലെ മലയാളികൾ ഒരിക്കലും കോയമ്പത്തൂരിലുള്ള മലയാളികൾ നാട്ടിൽ പോകുന്നതിന് അനിശ്ചയമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാതയാണ് കൊല്ലം എറണാകുളം മെയിൻ പാത. ഈ കൊല്ലം എറണാകുളം മെയിൻ പാത യാഥാർത്ഥ്യമാക്കിയതാരാ? ആരായിരുന്നു? GP വാര്യർ. ഈ GP വാര്യർ അനുസ്മരിക്കാൻ വാര്യസമായില്ല, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളോ. ആ സത്യം അംഗീകരിച്ചുകൊണ്ട് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിനുള്ള ഒരു ദർശനരേഖയാണ് 21ാം നൂറ്റാണ്ടിൽ മലയാളിക്ക് വേണം. അതിന് കൃഷ്ണകുമാർജിയെ പോലുള്ളവരും നമ്മുടെ സംസ്ഥാന ഭാരവാഹികളായ ശ്രീ മുരളീധരൻ അതുപോലുള്ളവരും അതിനെയാണ് നേതൃത്വം നൽകുന്നത്. അല്ലാതെ ഈ ജ്യൂസ്, കേരളത്തിലെ ജ്യൂസ് എന്ന് പറഞ്ഞ വാര്യർ സമുദായം എന്താ ചെയ്യുന്നത്? ഗുരുവായൂരിൽ ഹോട്ടൽ നടത്തുക. സത്യം പറഞ്ഞു, ഗുരുവായൂരിൽ ഹോട്ടൽ നടത്തുക, അല്ലേ? അതിപ്പോൾ നമുക്കുണ്ടാവണം. ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഞാനിത് കുറ്റമായിട്ടോ അല്ലെങ്കിൽ അതായിട്ട് പറയല്ല. ഞാൻ പറഞ്ഞല്ലോ, വാര്യർ സമുദായത്തിന്റെ എല്ലാ ഗുണങ്ങളും അനുഭവിച്ച ഒരാളെ എന്ന നിലയിൽ അതിന്റെ എതിർവശം കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോ 70കളിൽ പരിണതപ്രജ്ഞനായ ഒരു ചരിത്ര പണ്ഡിതൻ ജൂതന്മാരുടെ അത്ര തന്നെ ബൗദ്ധികവും സാമ്പത്തികവുമായ ബലമുള്ള ഒരു സമുദായം എന്ന് വിശേഷിപ്പിച്ച കേരള വാര്യന്മാര് ഇന്ന് എന്താ ചെയ്യുന്നത്? ഗുരുവായൂര് ഒരു ലോഡ്ജ് നടത്തും. ഇതിൽ പരം ഒരു അവമാനം നമുക്കുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കും. നമ്മളെ നിഷ്പക്ഷമായിട്ടൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോ ഇതെല്ലാം വിട്ടിട്ട് നമ്മുടെ ശക്തികളിലൂന്നി, നമ്മുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിദ്യാഭ്യാസമാണ്, യാതൊരു സംശയവും. ഇന്ന് IT മേഖലയിൽ മലയാളി വിദ്യാർത്ഥികൾ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക കാരണം നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള വിദ്യയോടുള്ള ആഭിമുഖ്യം. ആ ആഭിമുഖ്യത്തിൽ അടിയുറച്ചുകൊണ്ട് ഉള്ള ഒരു വലിയ വികസന ദർശനരേഖയാണ് നമുക്ക് ആവശ്യം. അത് നേടിയെടുക്കാൻ, അത് യാഥാർത്ഥ്യമാക്കാൻ കൃഷ്ണകുമാർജിയെ പോലുള്ളവരുടെ ബൗദ്ധികമായ നേതൃത്വവും പിന്നെ മുരളീധരനും അപ്പോഴനും അതുപോലുള്ളവരുടെയൊക്കെ സംഘടനാപരമായ കഴിവും ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ദർശനരേഖ നിങ്ങളുടെ എല്ലാവരുടെയും പരിഗണനയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസംഗം നടത്താൻ അനുമതി തന്ന കോയമ്പത്തൂർ വാര്യർ സമാജത്തോടുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വാക്കുകൾ ചുറ്റുന്നു. നന്ദി, നമസ്കാരം.